ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വെൻ ഓർ കമ്പയറിംഗ് ഏൻഷ്യൻ ജൂയിഷ് ക്രിസ്ത്യൻ ഓർ ഇസ്ലാമിക് മാരേജസ് വി മസ്റ്റ് സെപ്പറേറ്റ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. ChatGPT പറയുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, രണ്ട് മോഡേൺ മോറൽ സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞ ഡിവിഷൻ വന്നേക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയ എന്താണ്? ഒന്നാമത്തത് ഏൻഷ്യൻ സൊസൈറ്റിയിൽ എന്താണ് പിബർട്ടി എന്ന് പറഞ്ഞാൽ റെഡിനെസ് ആണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായി, നിങ്ങളുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, നിങ്ങളുടെ മെൻസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി, മാരേജ് ഓഫ് എയർലി, നിങ്ങൾക്ക് അപ്പം കല്യാണം കഴിക്കാം. ഇറ്റ് വാസ് ഇൻ സീൻ ആസ് ഇമ്മോറൽ. അതൊരു ഇമ്മോറൽ ട്രാഫിക് അല്ല, പിഡോഫൈൽ അല്ല, കുറ്റമല്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ. അത് നിങ്ങളല്ല. ആദ്യം ക്രിസ്ത്യാനിറ്റി പോയി നോക്കുക. 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചരിത്രം നോക്കാം. എവ്രി വൺ, നോട്ട് ഓൺലി റിലീജിയസ് ഗ്രൂപ്പ്, എല്ലാവരും ചെയ്താണ്. മതമല്ല, ആ കൾച്ചറിലെ പ്രശ്നമായിരുന്നു. നിങ്ങൾ ഇന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ച പ്രായമല്ല നോക്കുന്നത്, നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്ന പ്രായം നോക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ റെഫറൻസ് അല്ല, നമ്മളിരിക്കുന്നത് 2000 നൂറ്റാണ്ടിൽ. നമ്മളിപ്പം ഞാൻ 90s ഉണ്ടായതാണ്. ആ ഒരു 20th സെഞ്ചുറിയിൽ ഉണ്ടായ ആൾക്കാർ മുഴുവൻ കല്യാണം കഴിച്ച പ്രായം എത്രയേ, അതാണ് നോക്കുന്നത്. മോഡേൺ സ്റ്റാൻഡേർഡ് എന്താണ്? മോഡേൺ സ്റ്റാൻഡേർഡ് മാരേജ് അണ്ടർ 18 ഈസ് ഓഫ്റ്റൻ ഇല്ലീഗൽ. നിയമപരമായിട്ട് തെറ്റാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളാരും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. കൺസെൻറ്റ് ഈസ് റെക്കോർഡ്. അല്ലെങ്കിൽ ഇപ്പം അവർ രണ്ടുപേരും കൺസെൻറ്റ് എടുക്കണം. ചുമ്മാ റേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കല്യാണം കഴിച്ചാൽ പോലും റേപ്പാണ്. പെണ്ണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നുവെച്ചാൽ സൈക്കോളജി ഈസ് കൺസേർഡ്. രണ്ടുപേരുടെയും മാനസികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം. പേഴ്സണൽ ചോയ്സ് മാറ്റേഴ്സ്. രണ്ടുപേരുടെയും അഭിപ്രായം നോക്കണം. ചുമ്മാ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ചില ഫാമിലി പാരൻസിൻ്റെ അടുത്തൊക്കെ പറയേണ്ടത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ താല്പര്യം നോക്കുന്നത്? സോ ദി കറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഈസ് അണ്ടർസ്റ്റാൻഡ് ഏൻഷ്യൻ സൊസൈറ്റീസ് ബൈ ദെയർ ഓൺ ടൈം നോംസ്, നോട്ട് ടുഡേ സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എടുക്കരുത്, അവരെ അവരുടെ വഴിക്ക് ഇടുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോടെ. നിങ്ങൾ പോയിട്ട് 2000 ഗ്രീക്കൊക്കെ ആണെങ്കിൽ 2000-3000 വർഷത്തിന് പഴക്കമുണ്ട്. നിങ്ങളെന്തിനാണ് 3000-ലേക്ക് പോകുന്നത്? നിങ്ങൾ 30-ലേക്ക് പോകും. അന്ന് കഞ്ഞി കുടിച്ചോ, ഇന്ന് കഞ്ഞി കുടിക്കുമോ? ഇല്ല. പണ്ട് കാലത്ത് ആൾക്കാർ നടന്ന് ചെരുപ്പില്ലാതെ സ്കൂളിൽ പോയി. ഇവകൾ പോവുമോ? പോകത്തില്ല. പറയുമ്പോൾ എല്ലാം പറയണ്ടേ? എന്തത് ഒരെണ്ണം മാത്രം പറയുന്നത്? പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് ഇപ്പം എബ്രഹാം ലിങ്കണൊക്കെ അതിൻ്റെ വെട്ടത്തിൽ നിങ്ങൾ പോയി പഠിക്കുമോ? അപ്പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ആ പോലീസുകാർ ഓടിക്കും. പുസ്തകം എടുത്തുകൊണ്ട് കസേരയും കൊണ്ടങ്ങോട്ട് ചെന്ന് കൊടുക്കും, അടിയിട്ടു. അത് മാറി. നിങ്ങളുടെ സാഹചര്യമാണ്. അന്നത്തെ കാലത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമേ ഇലക്ട്രിസിറ്റി ഉള്ളൂ, വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. ചിലപ്പോൾ മെഴുകുതിരി വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവത്തില്ല.